എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ, അതായത് സർക്കിൾസ് എന്ന ഭാഗത്തിലെ 2ാമത്തെ ഒരു ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. ആദ്യ ഭാഗത്ത് നമ്മൾ എന്ത് പഠിച്ചു? ഒരു സർക്കിളിന്റെ സെന്റർ, കേന്ദ്രം എങ്ങനെ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്ത്, ആ സർക്കിളിന്റെ ഉള്ളിൽ ഏതെങ്കിലും 2 കോഡ്സ്, അതായത് ഞാണുകൾ വരച്ചു. ആ ഞാണുകളുടെ കോഡുകളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചു. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും? കൂട്ടിമുട്ടുന്ന പോയിന്റ് ആ വൃത്തത്തിന്റെ കേന്ദ്രമായിരിക്കും. അതാണ് നമ്മൾ ആദ്യ ഭാഗത്ത് ഈ സർക്കിൾസിന്റെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ പഠിച്ച ഒരു നിർമ്മിതി. ഓക്കെ, ഇനി ഇതിൽ വരുന്ന വേറെ 2ാമത്തെ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ ആണ്. ഒരു തന്നിട്ടുള്ള ഒരു സർക്കിളിന്റെ ഉള്ളിൽ, ഒരു വൃത്തത്തിന്റെ ഉള്ളിൽ എങ്ങനെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണം നിർമ്മിക്കാം. ആ ചെറിയൊരു കാര്യം, ഈ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം ഈ ചാപ്റ്ററിൽ വരുന്ന കുറെ എന്താ പറയാ പ്രൂഫ്, തിയറംസ് ഉണ്ട്. അത് അതിന്റെ പ്രൂഫ് നമ്മൾ സ്വന്തമായിട്ട് എഴുതി പ്രൂവ് ചെയ്യണം. അത് ഈ ചിത്രം വരച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ, തന്നിട്ടുള്ള സർക്കിളിന്റെ ഉള്ളിൽ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, അതായത് ഒരു സമഭുജ ത്രികോണം എങ്ങനെ വരയ്ക്കാം. വളരെ സിമ്പിൾ ആട്ടോ. നോക്കൂ, ഒരു സർക്കിൾ വരച്ചു. ഞാൻ തന്നിട്ടുള്ള റേഡിയസ് 3 എത്ര ആയിക്കോട്ടെ, ഒരു സർക്കിൾ വരച്ചു. വേറൊരു ചെറിയ സർക്കിൾ കൂടി വരച്ചിരിക്കും. 2 സർക്കിൾ വരയ്ക്കും. ഈ സർക്കിളിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് വരയ്ക്കണം? ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. അപ്പൊ അതിന് വേണ്ടി കൺസ്ട്രക്ഷൻ ശ്രദ്ധിച്ചോ. ഈ സെന്ററിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു റേഡിയസ്, ഒരു ആരം നമ്മൾ വരയ്ക്കണം. ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. എന്താണ് റേഡിയസ്? ആരം വരച്ചു. ഈ ആരത്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭുജം കണ്ടെത്തുക. ലംബ സമഭുജം എങ്ങനെ വരയ്ക്കുക? ഇവിടെ കുത്തിയിട്ട് പകുതിയിൽ കൂടുതൽ എടുത്തു, മോർ ദാൻ ഹാഫ് എടുത്തു, 2 സൈഡും ആർക്ക് വരച്ചു. ഇവിടെ നിന്ന് വീണ്ടും 2 സൈഡിലും ആർക്ക് വരച്ചു അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇത് ജോയിൻ ചെയ്യാം. ഈ സെന്ററും എന്ത് ചെയ്യാം? കൃത്യമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകട്ടോ. ഇതിന് ഞാൻ MN എന്ന് പേര് കൊടുത്തു. ഈ MN എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയോ? നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശമായി, ഒരു സൈഡ് ആയിരിക്കും. ഇനി അതർ 2 സൈഡ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് നോക്കിക്കോ. ഈ ലെങ്ത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഇത് ജോയിൻ ചെയ്ത് നോക്കൂ. You get an equilateral triangle, ഒരു സമഭുജ ത്രികോണം കിട്ടും. വേറെ ഇതിലും വരയ്ക്കാം. ഈ ആരതായി വരാം. ഈ വര നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഈ പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? സമഭുജ ത്രികോണം കിട്ടും. അപ്പൊ MNO, MNP എന്ന് കൊടുക്കാം. MNP എന്തായി? ഒരു സമഭുജ ത്രികോണമായ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയി. അപ്പൊ തന്നിട്ടുള്ള വൃത്തത്തിനുള്ളിലെ ഒരു സമഭുജ ത്രികോണം, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനുള്ള എളുപ്പമാർഗം ഇതാണ്. ആദ്യം വരയ്ക്കുക. ഒരു ചിത്രം കൂടി ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം എന്ത് വരയ്ക്കണം? നമ്മുടെ തന്നിട്ടുള്ള വൃത്തത്തിന്റെ ആരം, റേഡിയസ് വരയ്ക്കുക. റേഡിയസ് ആരം വരച്ചു. അതിനുശേഷം ഈ ആരത്തിന്റെ എന്ത് വേണം? ലംബ സമഭുജം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ, മോർ ദാൻ ഹാഫ് എടുക്കുക, 2 സൈഡും ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഇതിനെന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യണം കേട്ടോ. നമുക്ക് AB എന്ന് പേര് കൊടുക്കാം. ഈ ലെങ്ത് ഒന്നെങ്കിൽ ഈ ലെങ്ത് എന്ത് ചെയ്താൽ മതി? ഈ വര എന്ത് ചെയ്താൽ മതി? മോളിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഈ പോയിന്റിൽ എന്ത് ചെയ്യാം? ഇവിടേക്കും യോജിപ്പിക്കാം. ABC. അപ്പൊ ABC എന്തായിരിക്കും? ഒരു സമഭുജ ത്രികോണം, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ഇതൊരു ചെറിയൊരു കൺസ്ട്രക്ഷൻ ആണ് ആ ഭാഗത്ത് വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിയറംസ് ആൻഡ് പ്രൂഫ്സ് ആണ് കേട്ടോ. തെളിവുകളും സിദ്ധാന്തങ്ങളുമാണ്. സിദ്ധാന്തത്തിന് നമുക്ക് തെളിവുണ്ടാക്കണം. അപ്പൊ അത് പഠിക്കണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞു, 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രധാനമായ 3 തിയറംസ് ഉണ്ട്. SSS തിയറം, SAS തിയറം, ASA തിയറം. അതായത് 3 വശങ്ങൾ തുല്യമായ ത്രികോണങ്ങൾ തുല്യമാവും. ആ 2 വശങ്ങളും അവ ചേരുന്ന കോൺ തുല്യമായ ത്രികോണങ്ങൾ തുല്യമാവും. ഒരു വശവും 2 അറ്റത്തുള്ള കോണുകൾ തുല്യമായാൽ 2 ത്രികോണങ്ങൾ തുല്യമാവും. ആ കാര്യം നന്നായിട്ട് മനസ്സിലാക്കിയാലേ തുടർന്ന് വരുന്നുള്ള എല്ലാ തിയറംസും നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് കൂടാതെ തന്നെ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ വേറൊരു 2-3 കാര്യങ്ങൾ പറഞ്ഞു. എന്താ? ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും
എം എന്ന് പറയുന്ന ഒരു കോഡാണ്. കോഡ് അല്ലെങ്കിൽ ഞാൻ അല്ലേ ഈ കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അതായത് ലംബം ഈ കോഡിന് എന്ത് ചെയ്യും ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും. അതായത് OC MN ലംബമാണെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ MC CN ഇത് രണ്ടും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. വേറെ രീതിയിൽ പറയാം, സെന്ററിൽ നിന്നും MN എന്ന് പറയുന്ന കോഡിന്റെ മിഡ് പോയിന്റ് സെന്ററിലേക്ക് വരയ്ക്കുന്ന ഈ വര എന്ത് ചെയ്യും ഈ കോഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സെന്ററിന്റെ കോഡിലേക്ക് മിഡ് പോയിന്റിലേക്കാണ് വരയ്ക്കുന്നതെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആണ് വരച്ചതെങ്കിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് തുടർന്നുള്ള പ്രോബ്ലംസ് അതായത് തിയറംസ് ഒക്കെ പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ? Prove that the line joining the centers of two intersecting circles. രണ്ട് സർക്കിൾസ് ഉണ്ട് ഇവിടെ. ഒന്നതാ ഒരു P സെന്റർ ആയിട്ട് ഒരു സർക്കിളിന്റെ Q സെന്റർ ആയിട്ട് വേറെ സർക്കിൾ, രണ്ട് വൃത്തങ്ങൾ അല്ലേ. ഈ വൃത്തത്തിന്റെ കേന്ദ്രങ്ങൾ അതായത് സെന്റേഴ്സ് ആണ് P യും Q. അത് ജോയിൻ ചെയ്യുന്ന ലൈൻ ആണ് PQ. Is perpendicular bisector of the line joining the points of intersection. അതായത് ഈ സർക്കിൾസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളാണല്ലോ ഏതൊക്കെയാ എയും ബിയും. അത് ജോയിൻ ചെയ്യുന്ന ലൈൻ ഏതാണ്? AB. ആ ലൈനെ ഈ ലൈൻ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. എങ്ങനെ? വെറുതെ അല്ല, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും, ലംബ സമഭാജികളാണെന്ന് തെളിയിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, രണ്ട് സർക്കിൾ രണ്ട് വൃത്തങ്ങളുണ്ട്, അതിന് രണ്ട് സെന്റർ ആണോ ഒന്ന് P ഒന്ന് Q, അത് ജോയിൻ ചെയ്തൊരു വര വരച്ചു അല്ലേ. ഈ ലൈൻ സർക്കിൾസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എങ്ങനെ വരച്ചിട്ട് AB. ആ വരയെ എന്താവുന്ന പറഞ്ഞ പെർപെൻഡിക്കുലർ ആയിട്ട് ഡിവൈഡ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ലംബ സമഭാജികളാണ് പ്രൂവ് ചെയ്യണം. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതായി പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ P Q A B സെന്റർ O. ഇത്ര ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എന്താണ് തെളിയിക്കേണ്ടത്? എന്താ തെളിയിക്കേണ്ടത്? OAയും OBയും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? തെളിയിക്കേണ്ടത് OA is equal to OA equal to OB പ്രൂവ് ചെയ്യണം. OA equal to OB കൂടാതെ AB പെർപെൻഡിക്കുലർ ആയിരിക്കണം ആർക്ക്? PQ. അതായത് AB എന്ന ഈ ലൈൻ PQ ന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. 90 ആയിരിക്കണം. ഇവിടുത്തെ ആംഗിൾസ് 90 ആണെന്ന് കൂടി പ്രൂവ് ചെയ്യണം. ഓക്കെ. അപ്പൊ അങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 8ാം ക്ലാസ്സിൽ ഇങ്ങനത്തെ സൈഡ്സ് ഒക്കെ പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉടനെ ചെയ്യേണ്ട അത് വരുന്ന രണ്ട് ട്രയാങ്കിൾസ് ആക്കി മാറ്റുക. ട്രയാങ്കിൾസ് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ അതിന് വേണ്ടി രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ പോവാണ്. ഒന്ന് ഞാൻ AP ജോയിൻ ചെയ്തു, അതേപോലെ AQ ജോയിൻ ചെയ്തു, BQ ജോയിൻ ചെയ്തു. ഓക്കെ, BP ജോയിൻ ചെയ്തു. ഇനി നോക്കി മുകളിലെ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിൾ നോക്കാം. ഏതാ ട്രയാങ്കിൾ? PAQ. ട്രയാങ്കിൾ PAQ, PAQ, ട്രയാങ്കിൾ PBQ, ട്രയാങ്കിൾ PBQ. ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിൾസില് ഏതെങ്കിലും ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഒക്കെ ഉണ്ടോ നോക്കി നോക്കൂ. എന്താണ് ഈ സൈഡ്? ഈ സൈഡ് PA എന്ന് പറയുന്നത് എന്താ? ഈ വലിയ സർക്കിളിന്റെ റേഡിയസ് അല്ലെ. PB എന്ന് പറയുന്നത് അതേ സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ PA is equal to എന്തെന്ന് പറയാം? PB. PA is equal to PB എന്ന് പറയാം. അതേപോലെ ചെറിയ സർക്കിളിന്റെ റേഡിയസ് ആണ് ആരാണ്? QA, QB. അത് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. QA is equal to QB. അപ്പൊ രണ്ട് സൈഡ് ഈക്വൽ ആയി. ഈ ട്രയാങ്കിളിന്റെ ഈ ട്രയാങ്കിൾ ടു സൈഡ്സ് ഈക്വൽ ആയി. ഇനി മിഡിൽ ലൈൻ ഉണ്ടല്ലോ PQ. PQ എന്ന ലൈനിന്റെ പ്രത്യേകത എന്താ? PQ ഈ PQ PAQ എന്ന ട്രയാങ്കിളും PBQ എന്ന ട്രയാങ്കിൾ കോമൺ ആയിട്ടുള്ള സൈഡ് ആണ്. സോ PQ is equal to PQ, that is common side. ഇത് രണ്ടും എന്താ കാരണം? റേഡിയസ്. റേഡിയസ് ആണ് സെയിം ആയിരിക്കും. എന്താണ്? കോമൺ സൈഡ് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ നോക്കൂ ഈ ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ഈ ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ these two triangles are equal. എവിടെ പഠിച്ചത്? 8ാം ക്ലാസ്സിൽ പഠിച്ചു. ട്രയാങ്കിൾ PAQ equal to triangle PBQ. 3 sides of one triangle is equal to 3 sides of another triangle. The triangles are equal. Short form ആയിട്ട് നമുക്ക് പറയാം SSS theorem. Okay. അപ്പോൾ ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ എന്താ പ്രത്യേകത? ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ,
അപ്പൊ എ ക്യു എന്ന് പറയുന്ന ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ദിസ്, അതായത് എ പി ഒ. ആംഗിൾ എ പി ഒ ഈക്വൽ ടു ക്യൂ എന്നുള്ള ആംഗിളിന്റെ ഈക്വൽ ആംഗിളിന്റെ അത് ഓപ്പോസിറ്റ് സൈഡാണ് ഇത് പി ബി. സോറി, നമുക്ക് ആവശ്യം എന്താണ്? ഈക്വൽ സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അപ്പൊ എ ക്യു എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ദിസ് ആംഗിൾ എ പി ക്യു. അതേപോലെ എ പി ഒ അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ക്യൂ എന്ന ആംഗിളിന് സോറി ബി ക്യു എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ബി പി ഒ എന്ന് പറയാം, അല്ലെങ്കിൽ ബി പി ക്യു. ആംഗിൾ ബി പി ഒ. ഒന്നുകൂടി പറയാം, ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയാൽ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. എ ക്യു എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? എ പി ഒ, അല്ലെങ്കിൽ എന്ത് പറയാം? എ പി ക്യു. അതേപോലെ തന്നെ ബി ക്യു എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ബി പി ഒ, അല്ലെങ്കിൽ ബി പി ക്യു. എന്താ ചെയ്യപ്പെടും? ഇത് രണ്ടും എന്തായി? ഈക്വൽ ആയി. ഇനി നമ്മൾ ഈ രണ്ട് ചെറിയ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യണം. ഒരെണ്ണം അവിടെ, ഒരെണ്ണം അവിടെ. ഏതൊക്കെയാണ് ഞാൻ ഇവിടെ എഴുതാം? ട്രയാങ്കിൾ പി ഒ എ, അതുപോലെ ട്രയാങ്കിൾ പി ഒ ബി. ഈ രണ്ട് ട്രയാങ്കിൾ നമ്മളൊന്ന് കൺസിഡർ ചെയ്യാം. എന്തിനാണ് ട്രയാങ്കിൾസ് എടുക്കണമെന്ന് മനസ്സിലായോ? നമുക്ക് ആവശ്യം എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആദ്യം ഒ എ സിക്കൽ ടു ഒ ബി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ ഒ എ സിക്കൽ ടു ഒ ബി പ്രൂവ് ചെയ്യാൻ എന്തിനാണ് ആദ്യം വലിയ ട്രയാങ്കിൾ എടുത്തത്? നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഈ രണ്ട് ട്രയാങ്കിൾസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ പ്രൂഫ് എഴുതാന്ന് വിചാരിച്ചു. നമുക്ക് എന്ത് പറയാം? പി എ സമം പി ബി എന്ന് പറയാം, ഒരേ റേഡിയസ് ആണ്. പിന്നെ വേറെ എന്താ പറയാൻ പറ്റുക? ഒ എ സമം ഒ ബി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം അത് പ്രൂവ് ചെയ്യാനുള്ളതാണ്. പിന്നെ വേറെ ഒന്നുകൂടി പറയാം, പി ഒ സമം പി ഒ. കാരണം എന്താ? നമ്മൾ എഴുതി തരാം. നമുക്ക് ഏതൊക്കെ പറയായിരുന്നു? പി എ സമം പി ബി ഒരു സൈഡ് പറയാം. ഓക്കെ, എന്താ കാരണം? റേഡിയസ്, ആരങ്ങൾ, അല്ലേ? ഒരു സൈഡ് ഈക്വലാന്ന് കിട്ടി. പിന്നെ നമുക്ക് പറയാൻ പറ്റിയതാ ഈ ഒ പി സമം ഒ പി എന്ന് പറയാം. ഒ പി സമം ഒ പി കോമൺ സൈഡ് ആണെന്ന് പറയാം. അപ്പൊ രണ്ട് സൈഡ്സ് ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഈ സൈഡ് ഈ ചെറിയ ട്രയാങ്കിൾ സൈഡ് ഈക്വൽ ആയി. പക്ഷേ ഈ തേർഡ് സൈഡിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒ എ സമം ഒ ബി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതെടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഈ ആംഗിൾസിനെ പറ്റി നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമായിരുന്നോ? ഇല്ല. ഇത് പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? മുൻപേ ഈ വലിയ ട്രയാങ്കിൾസ് ഇത് പ്രൂവ് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ആംഗിൾസും സെയിം ആണെന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വലിയ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്ത് ഈ ആംഗിൾസ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം നമ്മൾ രണ്ട് ചെറിയ ട്രയാങ്കിൾസ് പരിഗണിച്ചു. അത് രണ്ടിലും ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി, ആംഗിൾസ് ഇവിടെ ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ദിസ് സൈഡ് ഈക്വൽ ടു ദിസ് സൈഡ്, this is common side and these two angles are equal. So these two triangles are equal. ഏതൊക്കെ triangles? Triangle POA. Therefore triangle POA equal to triangle POB. കാരണം എന്താണ്? ടു സൈഡ്സും കൂടി ചേർന്ന് ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്. ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് ടു സൈഡ്സ് ഇൻക്ലൂഡഡ് ആംഗിൾ ഷോർട്ട് ഫോം ആയിട്ട് എന്ന് പറയാം SAS theorem. Two sides included angle. Okay. So these two triangles are equal. അപ്പോൾ എന്താ? triangles equal ആണെങ്കിൽ all sides are equal. All sides പറയുമ്പോൾ ഇവിടെ ഏതൊക്കെ സൈഡ് കിട്ടും? OA സമം OB. Therefore OA is equal to OB. ഇതാണ് ഒരെണ്ണം പ്രൂവ് ചെയ്യേണ്ടത്. OA is equal to OB. അപ്പോൾ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ് കിട്ടി. ഈ ഒരെണ്ണം കൂടി പ്രൂവ് ചെയ്യണം. ഇത് 90 ആണെന്ന് പ്രൂവ് ചെയ്യണം. 90 എന്ന് പ്രൂവ് ചെയ്യാൻ നോക്കൂ, വളരെ സിമ്പിൾ ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ വാട്ട് അബൌട്ട് ദീസ് ടു ആംഗിൾസ്? ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. കാരണം എ പി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് സൈഡ് ആംഗിളും അതേ സൈഡ് ഈക്വൽ ആണ് പി ബി, അതിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ അല്ലേ? ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പഠിച്ചു. സോ പി ഒ എ ആംഗിൾ പി ഒ എ ഈക്വൽ ടു ആംഗിൾ പി ഒ ബി. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. What about sum of these two angles? ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മിനെ പറ്റി, തുകയെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാം? എന്താണിത്? This is a linear pair, രേഖീയ ജോഡിയാണ്. അപ്പോൾ ആംഗിളിന്റെ സം 180 ആണ്, അല്ലേ? അപ്പോൾ these two angles are equal എന്ന് പറഞ്ഞു. ഈ രണ്ട് ആംഗിൾസിന്റെ സം 180 എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ആംഗിളും എത്ര ആയേ പറ്റൂ? 180 ആണ്, ഈക്വൽ ആണ്. സോ each angle is 90 degree. 90 ആയാൽ ഇതെന്തായി? Therefore PQ യും AB യും എന്തായിരിക്കും? PQ and AB are perpendicular. Perpendicular എന്ന് പറഞ്ഞാൽ 90 degree.
അപ്പൊ ഇത്തരത്തില് പ്രൂവ് ചെയ്യാനുള്ള തെളിയിക്കാനുള്ള ചോദ്യങ്ങളാണ് ഇനിയുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പഠിച്ചു പോവുക. ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് എഴുതാൻ പറ്റില്ല. കാരണം ലെറ്റേഴ്സ് ഒക്കെ മാറുന്നതിനനുസരിച്ച് എഴുതുന്നൊക്കെ മാറും. അതുകൊണ്ട് ഒരിക്കലും ഇത് ബൈഹാർട്ട് ചെയ്യരുത്. സ്റ്റെപ്പുകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ വീട്ടില് വേറെ പിക്ചേഴ്സ് വരച്ച് വേറെ പേര് കൊടുത്ത് അങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കേട്ടോ. The picture on the right shows two circles centered on the same point and a line intersecting them. രണ്ട് സർക്കിൾ സെയിം പോയിന്റ് ആണ് സെന്റർ. സെന്റർ കോമൺ ആയിട്ട് രണ്ട് സർക്കിൾസ് ഉണ്ട്. അതിലൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അത് രണ്ട് സർക്കിളെ ഇന്റർസെക്ട് ചെയ്തിട്ട് മുട്ടിയിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് സൈഡിലുള്ള ഈ പാർട്സ്, ഈ കഷ്ണങ്ങൾ ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് AC is equal to BD. AC is equal to BD നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് ഈ രണ്ട് കഷ്ണങ്ങളും ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. സിമ്പിൾ ആണ് കേട്ടോ. എന്താ വേണ്ടത് നോക്കിക്കോളൂ. ഈ O എന്ന പോയിന്റിൽ സെന്ററിൽ നിന്നും കോഡിലേക്ക് എന്ത് വരയ്ക്കുകയാണ്? ഒരു പെർപെൻഡിക്കുലർ എന്ന് പേര് കൊടുത്തു. പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ എന്താ പ്രത്യേകത? അപ്പൊ AB എന്ന കോഡ്, ഇതൊരു കോഡാണ്. ഈ സർക്കിളിന്റെ ഒരു കോഡ് ഞാനാണ് AB അല്ലേ? അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏത് വരച്ചത്? OM. അപ്പൊ എന്താ നേരത്തെ ഞാൻ പറഞ്ഞത്? സെന്ററിൽ നിന്നും കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. therefore എന്ത് പറയാം? AM is equal to BM. ഓക്കെ, ഇതേപോലെ രണ്ടാമത്തെ വലിയ സർക്കിളിൽ ഒരു കോഡാണ് CD. അവിടെയും സെന്റർ OM തന്നെയാണ്. OM എന്നുള്ളത് സെന്ററിൽ നിന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. അതായത് CDക്ക് പെർപെൻഡിക്കുലർ ആണ് ഏത്? OM. അപ്പൊ വീണ്ടും നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടാണ്. എന്താണ് ഇക്വേഷൻ? ഈ കോഡ് ഈ പെർപെൻഡിക്കുലർ ഈ കോഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? അപ്പൊ എന്ത് പറയാം? CM equal to DM. ഇക്വേഷൻ നമ്പർ 2. വാട്ട് ഈസ് CA? CA എന്ന് പറഞ്ഞത് എങ്ങനെയാ? എന്താണ് CA? CA ഈസ് ഈക്വൽ ടു, ഈ കഷ്ണം എങ്ങനെ കിട്ടുന്നത്? ഈ മൊത്തം ലെങ്ത് ഏതാ? CM അല്ലേ? CM എന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? AM മൈനസ് ചെയ്താൽ മതി. നോക്ക, ഈ കഷ്ണമാണ് കിട്ടേണ്ടത് CA. CA എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ലെങ്ത് CM എന്ന് AM മൈനസ് ചെയ്യുക. ഈ CM എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യ? CM എന്ന് പറഞ്ഞാൽ DM ന്റെ തുല്യമാണ്. അതേപോലെ AM എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? DM ന്റെ തുല്യമാണ്. അപ്പൊ ഒന്നുകൂടി ഫിഗറിലേക്ക് നോക്കി. DM ഇവിടെ തൊട്ട് ഇതുവരെയുള്ളതാണ് DM. അതിന് ഏത് മൈനസ് ചെയ്തു? ഈ ചെറിയ കഷ്ണമായ BM MB മൈനസ് ചെയ്തു. ബാക്കിയുള്ളത് ഏതായിരിക്കും? ബാലൻസ് ഉള്ളത് BD. എന്ത് കിട്ടി? CA is equal to BD അല്ലെങ്കിൽ DB. പ്രൂവ് ചെയ്താൽ CA is equal to BD, CA or AC is equal to BD. ഈ രണ്ട് കഷ്ണങ്ങളും ഈക്വൽ ആണ് കിട്ടി. അതായത് ഇവിടെ എന്താണ് നമ്മൾ ഉപയോഗിച്ച കൺസെപ്റ്റ്? എന്താണ്? ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തുള്ള ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ പ്രൂഫ് പറഞ്ഞത്. ഓക്കെ, നോക്കാം. ടെക്സ്റ്റിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ? The figure shows two chords drawn on either side of a diameter. Question ടെക്സ്റ്റിലുണ്ട്, ടെക്സ്റ്റ് പിക്ചർ ഉണ്ട് കേട്ടോ. The figure shows two chords. ഒരു കോഡ് AB ആണ്, വേറെ കോഡ് AC ആണ്. ഈ two chords drawn either side of the diameter. Diameter എന്ന വ്യാസം അല്ലേ? AD എന്ന വ്യാസം ഡയമീറ്ററിന്റെ രണ്ട് അപ്പുറത്തുമായിട്ട് രണ്ട് കോഡുകൾ വരച്ചിട്ടുണ്ട്. What is the length of the other chord? ഒരു കോഡ് ലെങ്ത് 3 cm തന്നിട്ടുണ്ട്. ഈ കോഡ് AC യുടെ ലെങ്ത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി നമ്മൾ പഠിച്ച ആശയ കൺസെപ്റ്റ് തന്നെ വീണ്ടും ഉപയോഗിക്കാൻ സെന്ററിൽ നിന്നും കോഡിലേക്ക് എന്ത് വരയ്ക്കാൻ? ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക കേട്ടോ. അപ്പൊ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അതിനിപ്പോ ഞാൻ M എന്ന് പേര് കൊടുത്തു. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇവിടുന്ന് ഞാൻ ഇവിടേക്ക് എന്ത് വരയ്ക്കണം? ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അതിന് ഞാൻ എന്ത് കൊടുത്തു? N എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മള് വലിയ ഈ പിക്ചറിൽ രണ്ട് ചെറിയ ട്രയാങ്കിൾസ് ത്രികോണങ്ങളാക്കി മാറ്റി. എല്ലാ ക്വസ്റ്റിനും പ്രൂവ് ചെയ്യാൻ വേണ്ടി ട്രയാങ്കിൾസ് ആക്കി മാറ്റുക, ത്രികോണങ്ങളാക്കി മാറ്റുക. ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉപയോഗിച്ചുള്ള തിയറംസ് യൂസ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ അത് ശരിക്കും പഠിച്ച കുട്ടിക്ക് ഇവിടെ വളരെ ഈസിയാണ്. അപ്പൊ ഏതൊക്കെ ട്രയാങ്കിൾസ് ഇവിടെ? AOM, ട്രയാങ്കിൾ AOM, AOM, AON, AON. ഈ രണ്ട് ത്രികോണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ എന്താ നമ്മളിവിടെ ചെയ്തത്? ഇപ്പൊ OM ലംബമാണ്. OM എന്ന് പറയാ ABക്ക് എന്തായിട്ട് വരച്ചു?
പെർപെൻഡിക്കുലർ ലംബമായിട്ട് വരച്ചു. അതേപോലെ ON എന്ത് വരച്ചു? ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു AC. OM ABക്ക് പെർപെൻഡിക്കുലർ ആണ്, 90 ആണ്. ON ACക്ക് പെർപെൻഡിക്കുലർ ആണ്. അത്രയും നമുക്കറിയാം. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് എത്രയായിരിക്കും? 90 ഡിഗ്രി. ഈ ആംഗിൾ 30 30 തന്നിട്ടുണ്ട്, ഇത് 90 തന്നിട്ടുണ്ട്. അപ്പൊ ഈ ബാലൻസിന്റെ എത്രയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൊത്തം എത്രയാ ട്രയാങ്കിളിന്റെ ആംഗിൾസ്? 180 അല്ലേ? ഇത് 30 ഇത് 90. അപ്പൊ ബാലൻസ് എത്രയായിരിക്കും? 60. ഇവിടെ 30 90. അപ്പൊ എത്രയായി? 60 ആയി. അപ്പൊ നോക്കാം ഈ ആംഗിൾ എങ്ങനെ പേര് പറയാം? AOM. AOM ആംഗിൾ AOM equal to angle AON equal to 60 degree. ഒരു ആംഗിൾ എഴുതി. അതുപോലെ ഗിവൺ ആംഗിൾ എഴുതാം OAM equal to OAN that's equal to 30 degree. അത് തന്നിട്ടുണ്ട്. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഈ ലൈനിന്റെ പ്രത്യേകത എന്താ? OA equal to OA. കാരണം രണ്ട് ട്രയാങ്കിൾ കോമൺ ആയിട്ടുള്ളതാണ് അല്ലേ? കോമൺ സൈഡ് ആണ്. അപ്പൊ നോക്കൂ, ഒരു ലൈൻ അതിന്റെ രണ്ട് എൻഡിലുള്ള കോണുകൾ ആംഗിൾസ് അല്ലെ, ഒരു വരയുടെ രണ്ട് അറ്റത്തുള്ള ആംഗിൾസ് വേറൊരു ട്രയാങ്കിൾ ഒരു വരയും രണ്ട് അറ്റത്തുള്ള ആംഗിൾസും സെയിം ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയി. ഏത് ട്രയാങ്കിൾസ്? AOM ഈക്വൽ ടു ട്രയാങ്കിൾ AON. ഏതാ പറയാ തിയറം? രണ്ട് എൻഡിലുള്ള ആംഗിളും ഒരു സൈഡും ASA എന്ന് പറയാം. ഒരു സൈഡ് അതിന്റെ രണ്ട് അറ്റത്തുള്ള ആംഗിൾസ്. അങ്ങനെയുള്ള ഒരു ട്രയാങ്കിളിന്റെ ട്രയാങ്കിള് മറ്റു ട്രയാങ്കിളിനോട് അതേപോലെ ആംഗിൾസും സൈഡും ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ എന്താ പറഞ്ഞ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലെ? എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്താ അവിടെ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്? എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞുള്ളത്? എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വാട്ട് അബൌട്ട് ദി ലെങ്ത് ഓഫ് അതർ കോഡ്? ഈ കോഡിന്റെ ലെങ്ത്തിന്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദ്യം അല്ലെ? ഏത് കോഡിന്റെ? ACയുടെ. AB എത്രയാണ്? 3 ആണ്. ഇനി ഇവിടെ നോക്കൂ, ഈ പ്രൂഫ് പ്രകാരം ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? AM നോക്കൂ, AM ഈക്വൽ ടു AN എന്ന് പറയാം. കാരണം ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾസിന്റെ 3 സൈഡ്സും ഈ ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. സോ AM ഈക്വൽ ടു AN. AM എന്ന് പറഞ്ഞാൽ എന്താ? ABയുടെ ഹാഫ് ആണ് അല്ലേ? ദാറ്റ് ഈസ് AM എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് AB ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് AB ആണ് ഏത്? AM. അതെന്താ കാരണം? എന്താണ് ഹാഫ് ആവാൻ കാരണം? പകുതി ആവാൻ എന്താ കാരണം? നമ്മൾ പഠിച്ചതിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ AM ഹാഫ് ഓഫ് AB ആണ് AN എന്ന് പറഞ്ഞു. അതേപോലെ ANനെ പറ്റി എന്ത് പറയാം? ANനെ പറ്റി എന്ത് പറയാം? ACയുടെ ഹാഫ് ആണ് പറയാം. ഹാഫ് AC ആണ് AN. സോ ഹാഫ് AB is equal to ഹാഫ് AC ആണെങ്കിൽ AB is equal to എന്താവും? AC. AB is equal to AC ആയി. ABയുടെ ലെങ്ത് എത്രയാ? 3 cm ആണ്. So what is AC? Therefore AC also equal to 3 centimeter. Okay. Next നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ? A chord and a diameter through one end of its ends are drawn in a circle. അതായത് a chord and a diameter through one of its ends are drawn in a circle. Okay. A chord of the same inclination is drawn on the other side. അതായത് ഒരു കോഡും ഒരു വ്യാസം ഡയമീറ്റർ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഈ ആംഗിൾ ഇല്ലേ, ആ ആംഗിൾ എത്രയാണോ അതേ ആംഗിൾ ഇൻക്ലിനേഷൻ പറഞ്ഞിരിക്കുന്നത് അതേ ചെരിവുള്ള വേറൊരു കോഡ് ഈ സെന്ററിന്റെ പുറത്ത് വരച്ചിരിക്കുകയാണ്, അതർ സൈഡ് വരച്ചിരിക്കുകയാണ്. That means these two angles are equal. ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? Prove that the chords are of same length. ഈ കോഡിന് ഈക്വൽ ലെങ്ത് ആണ്, സെയിം ലെങ്ത് ആണ് പ്രൂവ് ചെയ്യണം. That is to prove എന്താ പ്രൂവ് ചെയ്യേണ്ടത്? AC is equal to AB. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം തൊട്ട് മുമ്പ് ചെയ്ത് നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടുന്ന് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ആംഗിൾസ് 30 തന്നിട്ടുണ്ടായിരുന്നു. ഈ കോഡിന്റെ ലെങ്ത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ? അതിന്റെ ജനറൽ പ്രൂഫാണ് പറയാൻ പോകുന്നത്. അവിടെ ആംഗിൾസും സൈഡും തന്നിരുന്നു, ഇവിടെ അതിന് പകരം ആംഗിൾസ് തന്നിട്ടില്ല, കോഡിന്റെ ലെങ്ത് തന്നിട്ടില്ല. അപ്പൊ അതേ സെയിം പ്രൂഫ്
എങ്ങനെ നമ്മൾ ചെയ്തിരുന്നേ? എന്താ ചെയ്യുക? ആദ്യം O എന്ന ഈ സെന്ററിൽ നിന്നും ഓടിലേക്ക് എന്ത് വരയ്ക്കുക? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതിന് M എന്ന് പേര് കൊടുക്കുക. ഇവിടുന്ന് ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതിനെന്ത് പേര് കൊടുക്കുക? N എന്ന് പേര് കൊടുക്കുക. ഓക്കെ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് ബൈസെക്ട് ചെയ്യും. അപ്പൊ എന്ത് പറയാം? OM പെർപെൻഡിക്കുലർ AC എന്ന് പറയാം. അതേപോലെ ON പെർപെൻഡിക്കുലർ AB. രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ കൂടാതെ തന്നുള്ളത് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വേണമെങ്കിൽ ജസ്റ്റ് എക്സ് എന്ന് എടുക്കാം. ഏതൊക്കെ? ആംഗിൾ OAM equal to ആംഗിൾ OAN that's equal to x ഡിഗ്രി എന്ന് വെറുതെ എടുക്കാം. ഈക്വൽ ആകുന്നത് ഈക്വൽ ഇൻക്ലിനേഷൻ, ഒരേ ചെരിവാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി ഈ ആംഗിൾ എത്രയാ? 90 ആണ്. So what about this angle? X the 90, so this is 90 minus x. എത്രയാണ്? 90 minus x. അതേപോലെ ഇപ്പുറത്ത് നോക്കൂ, ഇത് 90, ഇത് x, so this also 90 minus x. So third angle is AOM equal to AON. Angle AON equal to 90 minus x. ഒരു ആംഗിൾ x, നേരെ അപ്പുറത്തുള്ള ആംഗിൾ 90 minus x കിട്ടി. ഇനി OA എന്ന് പറയുന്ന ലൈനിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ അതേ സെയിം എന്താണ്? OA രണ്ട് ട്രയാങ്കിളിലും കോമൺ ആണ്. സോ ദിസ് ഈസ് കോമൺ സൈഡ്. സോ one side രണ്ട് എൻഡിലെ ആംഗിൾസും one side അതർ എൻഡിലെ രണ്ട് ആംഗിൾസും അല്ലേ? സോ ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഏതൊക്കെ ട്രയാങ്കിൾ ആണ്? ട്രയാങ്കിൾ AOM ഈക്വൽ ടു ട്രയാങ്കിൾ AON. ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എന്താ കോഡ് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? സോ AM ഈക്വൽ ടു എന്ത് പറയാം? AM equal to A എന്ന് പറയാം. ഇനി നേരത്തെ എന്താ പറഞ്ഞത്? സെന്ററിൽ നിന്ന് കോഡിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ AM equal to A എന്ന് എഴുതി. AM എന്ന് പറഞ്ഞാൽ AC യുടെ ഹാഫ് ആണ്. ദാറ്റ് ഈസ് ഹാഫ് AM എന്ന് പറയാം, ഹാഫ് AC എന്ന് പറയാം. AM നെ ഹാഫ് AC യുടെ ഹാഫ് എന്ന് പറയാം. അതേപോലെ AN നെ എന്ത് പറയാം? ഹാഫ് AB എന്ന് പറയാം. So half AC equal to half AB. അല്ലേ? AC യുടെ പകുതി AB യുടെ പകുതി ഈക്വൽ ആണെങ്കിൽ AC യും AB യും എന്താവും? ഈക്വൽ ആയിരിക്കും. So this chord AC and AB are equal. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇത് മുമ്പ് ചെയ്തത്. അതിന്റെ ജനറൽ പ്രൂഫ് ആണ്. ഓക്കേ, നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. എന്താ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ? ഫിഗർ തന്നിട്ടുണ്ട്. The figure shows two chords drawn on either side of the diameter. ഡയമീറ്ററിന്റെ വ്യാസത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് chords വരച്ചിട്ടുണ്ട്. അതിന്റെ ലെങ്ത് തന്നിട്ട് 3 സെന്റിമീറ്റർ ആണ്. ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 40 ഡിഗ്രി. ഹൗ മച്ച് ഈസ് ദി ആംഗിൾ ഓഫ് ദി അതർ കോഡ് മേക്സ് വിത്ത് ദി ഡയമീറ്റർ? ഈ ഡയമീറ്ററുമായി ഉണ്ടാക്കുന്ന ഈ കോഡിന്റെ ഈ ആംഗിൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ആംഗിൾ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിനെ പ്രൂവ് ചെയ്യുക വളരെ എളുപ്പമാണ്. നോക്കിക്കോളൂ, ഇത് പഠിച്ചോളൂ. ഇത് കഴിഞ്ഞ് ഇതിന്റെ ജനറൽ പ്രൂഫ് വരും. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതാ ഈ പോയിന്റിന് ഞാൻ ഇവിടേക്ക് ഒരു കൺസ്ട്രക്ഷൻ ചെയ്തു. അതേപോലെ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ വരച്ചു. അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയല്ലോ. ഒരു ട്രയാങ്കിൾ ഇതാ കിടക്കുന്നു, വേറെ ട്രയാങ്കിൾ ഇതാ കിടക്കുന്നു. ഏതാ ട്രയാങ്കിളിന്റെ പേര്? ട്രയാങ്കിൾ AOB. ട്രയാങ്കിൾ AOC. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ആംഗിൾ എത്രയാണ്? യു ഹാവ് ടു ഫൈൻഡ് ആംഗിൾ OAC എത്രയാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ആംഗിൾ എത്ര ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി രണ്ട് ട്രയാങ്കിൾസ് എടുത്തു. ഈ രണ്ട് ട്രയാങ്കിൾസിൽ എന്തൊക്കെയാ നമുക്ക് അറിയാം? AB equal to AC എന്നറിയാം. That is 3 സെന്റിമീറ്റർ. എന്താ കാരണം? ഗിവൺ കണ്ടീഷൻ ആണ് അല്ലേ? അപ്പൊ ഒന്ന് എഴുതി. ഇനി അടുത്തത് എന്താ? ബട്ട് OB and OC OB equal to OC ആണോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. OB യും OC ഈക്വൽ ആണോ? എന്താ കാരണം OB OC ഈക്വൽ ആവാൻ? റേഡിയസ് ആണ്. ശരി, റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ. ഒരേ സർക്കിളിലെ ആരങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് 3 പറഞ്ഞു, ഇത് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി OA നെ പറ്റി എന്താ അഭിപ്രായം? OA ഈക്വൽ ടു OA ആയിരിക്കും. കാരണം ഈ സൈഡ് ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള അല്ലേ? ദാറ്റ് ഈസ് കോമൺ സൈഡ്. Okay, so we get this one side of 3 sides of this triangle is equal to
three sides of another triangle, these two triangles are equal. ഏതൊക്കെ triangle ആണ്? Triangle AOB, AOB and triangle AOC. Triangle AOC are equal. എന്താ നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് എന്താ പറയാം? SSS ഇടാം. സൈഡ് 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 തിയറം. അതായത് ട്രയാങ്കിളിന്റെ ത്രീ സൈഡ്സ് ട്രയാങ്കിൾ ത്രീ സൈഡ്സിനോട് ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾസ് സെയിം ആയിരിക്കും. ഇതൊക്കെ എവിടെയാണ് പഠിച്ചത്? 8ാം ക്ലാസ്സിൽ ഫസ്റ്റ് ഇയർ. അപ്പൊ ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ എന്താ പ്രത്യേകത? ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പൊ ഈ സൈഡ് OB, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയാണ്? 40 ആണ്. OBക്ക് സെയിം ആയിട്ടുള്ള സൈഡ് ഏതാണ്? OC ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇത്. ഏത് ആംഗിൾ? OAC. ഏതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത്? ഏതാ? OAC. അപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ദാറ്റ് ആംഗിൾ ഈസ് ആൾസോ 40 degree. ഓക്കേ, നെക്സ്റ്റ് ബുക്കിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. പ്രൂവ് ദാറ്റ് ആംഗിൾ മേഡ് ബൈ two equal chords. രണ്ട് ഈക്വൽ കോർഡ്സ് ഉണ്ടാക്കുന്ന ആംഗിൾസ്. പ്രൂവ് ദാറ്റ് ആംഗിൾ മേഡ് ബൈ two equal chords drawn from a point on a circle. ഒരു പോയിന്റില് ഉണ്ടാക്കുന്നത് ഈ രണ്ട് ആംഗിൾസിനെ പറ്റി പറയും. ഈ രണ്ട് ആംഗിൾസും ആംഗിൾ മേഡ് ബൈ two equal chords. രണ്ട് ഈക്വൽ കോർഡ്സ്. ഏതൊക്കെ ഈക്വൽ കോർഡ്സ്? AB is equal to AC ആണ് കേട്ടോ. AB യും AC എന്താണ്? ഈക്വൽ ആണ്. ആ രണ്ട് ഈക്വൽ കോർഡ്സ് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഇല്ലേ? Prove that the angle made by two equal chords drawn from a point on a circle is bisected by the diameter through that point. ഈ ഡയാമീറ്ററിന്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ഈ രണ്ട് ആംഗിൾസും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം നോക്കൂ. അപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത അതേ സെയിം ആണ്. കാരണം ഒരു ഡയമീറ്റർ വ്യാസമുണ്ട്, രണ്ട് ഈ കോഡ്സ് തന്നിട്ട് ഈ രണ്ട് കോഡ്സിന്റെ പ്രത്യേകത ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ വേണ്ടുള്ളൂ? ഈ രണ്ട് ആംഗിളും സെയിം ആണ് പ്രൂവ് ചെയ്യണം. ആംഗിൾ സെയിം ആണ് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഉടനെ ഇവിടെ എന്തുണ്ടാക്കുക? രണ്ട് ട്രയാങ്കിൾ ഉണ്ടാക്കി. ഏതൊക്കെയാ ട്രയാങ്കിള്? രണ്ട് ത്രികോണങ്ങൾ ഉണ്ടാക്കി. ഏതൊക്കെയാ ത്രികോണങ്ങൾ ഉണ്ടാക്കിയേ? ത്രികോണം AOB. നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം, അതേ സെയിം AOB ആൻഡ് ട്രയാങ്കിൾ AOC. ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ് പ്രൂവ് ചെയ്താൽ മതി? ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ് പ്രൂവ് ചെയ്ത് നമ്മുടെ ആൻസർ കിട്ടി. ഈക്വൽ ആയാൽ ഈ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കും അല്ലേ? ഇതെങ്ങനെ ഈക്വൽ ആണ് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞേ? എന്ന് പറയും. എങ്ങനെയൊക്കെയാ? AB ആൻഡ് AC ആർ ഈക്വൽ. അത് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ എന്ത് പറയാം നമുക്ക്? OB ആൻഡ് OC. OB ഈക്വൽ ടു OC. എന്താ കാരണം? OB ആൻഡ് OC ആർ ഈക്വൽ എന്ന കാരണം റേഡിയസ് അല്ലേ? റേഡിയസ് ആണ്. ഇത് ഗിവൺ കണ്ടീഷൻ ആണ്. ഇനി മൂന്നാമത്തെ എന്താ? OA കോമൺ സൈഡ് ആണ്. OA is equal to OA, then no common side. ഒരു ചെറിയ ഐഡിയ ഉള്ള കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ പ്രൂഫ് എഴുതാം. ഓക്കെ, ഇതും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. OAയും OBയും OCയും ഈക്വൽ ആണ് നമുക്കറിയാം. റേഡിയസ് ആണ്. OA തേർഡ് സൈഡ് ആണ്. രണ്ടിനും കോമൺ ആയിട്ടുള്ള സൈഡ് ആണ് അല്ലേ? So three sides of this triangle is equal to three sides of another triangle. These two triangles are equal. Therefore triangle AOB equal to triangle AOC. Triangles equal ആണെങ്കിൽ equal സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. സോ OB എന്നുള്ള ഈ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആംഗിൾ OAB. ഈക്വൽ ടു OBക്ക് സെയിം ആയിട്ടുള്ള സൈഡ് ഏതാണ്? OC ആണ്. ആ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ആംഗിൾ OAC. ഓക്കെ, സോ ആംഗിൾ OAB ഈക്വൽ ടു ആംഗിൾ OAC. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ലാസ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. ഡ്രോ എ സ്ക്വയർ and a circle through all four vertices. Draw diameters parallel to the sides of the square and draw a polygon joining the ends and points of these diameters and the vertices of a square. ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്, അതിന്റെ ഡയമീറ്ററുകൾ വരച്ചിട്ടുണ്ട്, അതിന്റെ എൻഡ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാക്കാൻ പറയുന്നു? ഒക്ടഗൺ. ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ 8 sided polygon ആണ് അല്ലേ? Let's prove that this polygon is a regular hectagon. അതൊരു റെഗുലർ ഹെക്ടഗൺ ആണ് പ്രൂവ് ചെയ്യണം. ഒക്ടഗൺ റെഗുലർ ഒക്ടഗൺ, അതായത് എല്ലാ സൈഡ്സും ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. അതായത് ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് 1 2 3 4
8. ഇങ്ങനെ ജോയിൻ ചെയ്തുണ്ടാക്കുന്ന ഇതെന്താന്ന് പ്രൂവ് ചെയ്യണം? ഒക്ടഗൺ. അതായത് എ പി ക്യു ആർ എസ് പേര് കൊടുക്കുക. പി ക്യു ആർ എസ്. എത്ര സൈഡായി? 1 2 3 4 5 6 7 8 സൈഡഡ് ആണ്. ആ സൈഡ്സ് ഒക്കെ എന്താണ് പ്രൂവ് ചെയ്യണം? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, വളരെ സിമ്പിൾ ആട്ടോ. ഇതൊന്ന് സെന്റർ ആണെന്ന് വിചാരിക്കാം. സെന്റർ എ ബി എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ഒരു കോഡാണ് അല്ലെ. എ ബി എന്നുള്ളത് കോഡാണ്. സെന്ററിൽ നിന്നും കോഡിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ ആണ് വരച്ചിട്ടുള്ളത്. പെർപെൻഡിക്കുലർ ഇതൊക്കെ 90 ആണ്. സോ ദിസ് 90 ഒക്കെ 90 ആണ്. കൂടാതെ ഇവിടെ ഞാൻ വേറെ പേര് കൊടുത്തു, RST ആയിക്കോട്ടെ, ടി. അപ്പൊ എ ബി പെർപെൻഡിക്കുലർ ആണ്. ഏത്? OT. എ ബിയും OTയും പെർപെൻഡിക്കുലർ ആയതിനാൽ എന്ത് പറയാം? AT is equal to BT എന്ന് പറയാം. ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് പറയാം. These two sides are equal എന്ന് പറയാം. കൂടാതെ ഈ ആംഗിൾസ് എന്താണ്? 90 ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ ചെറിയ രണ്ട് ട്രയാങ്കിൾസ് ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക. ഏതാ ട്രയാങ്കിൾ? ATP, ട്രയാങ്കിൾ ATP, ട്രയാങ്കിൾ BTP. ഈ രണ്ട് ട്രയാങ്കിൾ ശ്രദ്ധിച്ചു നോക്കിയേ. ATP BTP. അതിലെന്ത് കിട്ടി? ഒരെണ്ണം AT is equal to BT എന്ന് എഴുതിയിട്ടുണ്ട്. ഒരെണ്ണമായി. രണ്ടാമത്തെ എന്ത് പറയാം? ഈ സൈഡ് എന്താ? PT രണ്ട് ട്രയാങ്കിളും കോമൺ ആണ് അല്ലേ. സോ PT is equal to PT, കോമൺ സൈഡ് എന്ന് പറയാം. എന്താണ്? കോമൺ സൈഡ് ആണ്. ദിസ് കോമൺ സൈഡ്. ഓൾസോ ദീസ് ആംഗിൾസ് ആർ ഈക്വൽ. 90 ആണെന്ന് പറഞ്ഞു. ഏത് ആംഗിൾ ആണ്? ആംഗിൾ ATP. ATP equal to angle BTP. That's equal to 90 degree ആണെന്ന് പറഞ്ഞു. So two sides included angle, two sides included angle. ഒരു ട്രയാങ്കിളിന്റെ two sides included angle വേറെ ട്രയാങ്കിൾസിന്റെ two sides included angle തുല്യമാണെങ്കിൽ these two triangles are equal. ഏതൊക്കെ ട്രയാങ്കിൾ ആണ് ഈക്വൽ ആയത്? ട്രയാങ്കിൾ ATP equal to triangle BTP. എന്താ ഈക്വൽ ആവാൻ കാരണം? two sides included angle SAST എന്ന് പറയും. രണ്ട് വശവും അവ ചേരുന്ന കോണം തുല്യമായാൽ ത്രികോണങ്ങൾ ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. therefore എന്ത് പറയാം? യെസ്, ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് ഏതാ? AP. ഈ ട്രയാങ്കിളിന്റെ സൈഡ് ഏതാണ്? BP. AP is equal to BP. so these two sides are equal എന്ന് കിട്ടി. ഇതേപോലെ ഈ ട്രയാങ്കിൾ എടുക്കാം, എല്ലാതും ഇതുപോലെ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. സോ all sides are equal. എന്തായാലും റെഗുലർ ഒക്ടഗൺ 8-sided polygon. ഓക്കേ, അപ്പോൾ ഇവിടെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. എല്ലാ തിയറംസും പ്രൂവ് ചെയ്യണം എങ്ങനെയാ? 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്ന തിയറംസ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആ തിയറംസ് ഒന്നുകൂടി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയും കഴിഞ്ഞിട്ടില്ല, തുടർന്ന് ഇതുപോലെ തിയറംസ് ഇനിയും വരുന്നുണ്ട്. ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക.